എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ SSLC റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ്, അതായത് ഏത് ഗ്രേഡാണ് ലഭിച്ചത്, എത്ര A+ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ SSLC റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും, സ്കൂൾ വൈസ് റിസൾട്ട്, അതായത് രജിസ്റ്റർ നമ്പർ ഇല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ results.kite.kerala.gov.in എന്ന കൈറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഇങ്ങനെ കാണാം. അവിടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്, അതായത് പേഴ്സണൽ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പ്രിൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തത് കാണാം. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലിങ്ക് കാണാം, അതായത് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ കോഡ് നൽകാനുള്ള ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് എന്താണ് എന്നുള്ളത് നൽകുക. സ്കൂൾ കോഡ് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. നിങ്ങൾ THSLC ആണെങ്കിൽ THSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റും ഓപ്പൺ ചെയ്ത് സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്കൂൾ ഉൾപ്പെടുന്ന ജില്ല ഏതാണ് എന്നുള്ളതും, അതുപോലെ ആ ഒരു വിദ്യാഭ്യാസ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ കോഡ് അതിൽ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയുന്നതിനായിട്ട് ഒരു PDFൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ, അതായത് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു PDF-ൽ നിന്നും നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നൽകുന്നത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ സ്കൂളിലെ ആ ഒരു കോഡാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ നൽകുന്നു. അപ്പോൾ നൽകിയ ശേഷം ആ ഒരു കോഡ് നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നൽകുക. ഹയർ സെക്കൻഡറി കോഡും അതുപോലെ തന്നെ ഹൈസ്കൂൾ കോഡും രണ്ടും മാറ്റമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറി കോഡ്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി കോഡായിരിക്കും ലഭിക്കുക. അതായത് ഒരു 130 എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിലുള്ള ആ ഒരു കോഡായിരിക്കും ലഭിക്കുക. ആ ഒരു കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. ഹയർ സെക്കൻഡറി റിസൾട്ട് അറിയണമെങ്കിൽ, അതായത് ഹൈസ്കൂൾ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂളിൻ്റെ കോഡ് തന്നെ ആവശ്യമാണ്. അപ്പോൾ ഹൈസ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കാണാം. ഏത് സ്കൂളാണ്, ഏത് ജില്ലയിലാണ്, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് കാണാം. ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടി എന്നുള്ളതും, എത്ര വിദ്യാർത്ഥികൾ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുണ്ട് എന്നുള്ളതും, എത്ര വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഇവിടെ നൽകിയിട്ടുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ആ ഒരു വിദ്യാർത്ഥിയുടെ പേര്, അതുപോലെ ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര A+ ഉണ്ട്, എത്ര B+ ഉണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാം. അതിനുശേഷം പ്രധാനമായിട്ടും സൈഡിൽ നൽകിയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ, അതായത് SSLC പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ ഏകദേശം 2 വിദ്യാർത്ഥികൾ മാത്രമാണ് ഫെയിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇവിടെ EHS എന്നാണ്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നും, ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു സ്റ്റാറ്റസ് ഭാഗത്ത് NHS, അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടില്ല, അതായത് ഈ ഒരു SSLC പരീക്ഷ നിങ്ങൾ ജയിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സ്കൂളിൽ നൽകാവുന്നതാണ്. അപേക്ഷ നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് സ്കൂളുകളിൽ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ SSLC പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതായത് ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.